Hi guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ആൻസർ ടോപ്പിക്കാണ്. ഷോർട്ട് ആൻസർ ടോപ്പിക് ഫാർമക്കോളജി എന്നുള്ളൊരു ഷോർട്ട് ആൻസർ ടോപ്പിക്കാണ് ആൻറ്റിമൈക്രോബിയൽ പാർട്ടിൽ നിന്ന്. സോ ഇറ്റ് ഇസ് റെസിസ്റ്റൻസ് ടു ആൻറ്റിമൈക്രോബിയൽ. തമ്മിൽ കണ്ടാണല്ലോ അതിനകത്തുള്ള തന്നെ റെസിസ്റ്റൻസ് ടു ആൻറ്റിമൈക്രോബിയൽ ആ ഒരു ടോപ്പിക്കാണ്. ആൻഡ് ഈ വീഡിയോയുടെ എൻഡിലായിട്ട് ഇപ്പം കംപ്ലീറ്റ് ആ വീഡിയോയിൽ പറയുന്നതൊന്ന് സമ്മറൈസ് ചെയ്തും കൂടെ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസിലി അത് റിമെമ്പർ ചെയ്യാൻ പറ്റും എല്ലാവർക്കും. സോ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. റെസിസ്റ്റൻസ് ടു ആൻറ്റിമൈക്രോബിയൽ ഏജൻറ്റ്സ്. സോ റെസിസ്റ്റൻസ് ടു ആൻറ്റിമൈക്രോബിയൽ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ആൻറ്റിമൈക്രോബിയൽ ഡ്രഗ്സിനോടുള്ള റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസ് ഈസ് ദി അൺറെസ്പോൺസീവ്നെസ്. സോ ഇറ്റ് ഈസ് ദി അൺറെസ്പോൺസീവ്നെസ് ഓഫ് ദി മൈക്രോ ഓർഗാനിസം ടു ദി ആൻറ്റിമൈക്രോബിയൽ ഏജൻറ്റ്. സോ അൺറെസ്പോൺസീവ്നെസ് ആണ് എന്തിൻ്റെ, മൈക്രോ ഓർഗാനിസത്തിൻ്റെ. എന്തിനോടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ റെസിസ്റ്റൻസ് ആണിത്, ആൻറ്റിമൈക്രോബിയൽ ഏജൻസിനോടുള്ള, ഡ്രഗ്സിനോടുള്ള, ആൻറ്റിമൈക്രോബിയൽ ആയിട്ടുള്ള ഡ്രഗ്സിനോടുള്ള അൺറെസ്പോൺസീവ്നെസ് ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ദർ ആർ റെസിസ്റ്റൻസ് മേ ബി നാച്ചുറൽ ഓർ അക്വേർഡ്. സോ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള റെസിസ്റ്റൻസും ഉണ്ട്, അക്വേർഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസും ഉണ്ട്. നാച്ചുറൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻ നാച്ചുറൽ റെസിസ്റ്റൻസ് ദി ഓർഗാനിസം ഹാവ് നെവർ റെസ്പോണ്ടഡ് ടു ദി ആൻറ്റിമൈക്രോബിയൽസ് മേ ബി ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് പർട്ടിക്കുലർ എൻസൈംസ് ഓർ ടാർഗറ്റ് സൈറ്റ് അഫക്റ്റഡ് ബൈ ദി ഡ്രഗ്. ദാറ്റ് ഈസ്, ഇതെന്തുകൊണ്ട് ഇവർ റെസ്പോണ്ട് ചെയ്യാത്തത്? ഇറ്റ് ഈസ് ഡ്യൂ ടു പർട്ടിക്കുലർ എൻസൈം. ആ ഓർഗാനിസത്തിൽ ആ പർട്ടിക്കുലർ എൻസൈം ഉണ്ടാവാത്തത് കൊണ്ടാവാം. ഒരു ടാർഗറ്റ് സൈറ്റ് അഫക്റ്റ് ചെയ്ത ഡ്രഗിൻ്റെ ടാർഗറ്റ് സൈറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ. അതിന് എക്സാമ്പിളാണ് ഗ്രാം നെഗറ്റീവ് ബാസിലെ ആർ നോട്ട് സെൻസിറ്റീവ് ടു പെൻസിലിൻ ജി. നമ്മൾ ബീറ്റലാക്ടം പറഞ്ഞതാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസ് ആർ നോട്ട് സെൻസിറ്റീവ് ടു പെൻസിലിൻ ജി. എന്തുകൊണ്ടാണ്? കാരണം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് തിന്നായിട്ടുള്ള സെൽ വോളാണുള്ളത്. അത് മാത്രമല്ല തിന്നായിട്ടുള്ള സെൽ മെംബ്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ, സെൽ വോൾ തിന്നായതുകൊണ്ട് തന്നെ ദേ ആർ മേഡ് അപ്പ് ഓഫ് ലൈപ്പോപോളിസാക്കറൈഡ്സ്. അത് മാത്രമല്ല ലൈപ്പോപോളിസാക്കറൈഡ് കൊണ്ട് അവരുടെ തിന്നായിട്ടുള്ള ഒരു വോൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ പെൻസിലിന് ആ വോളിനകത്തേക്ക് കിടക്കുന്നതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. അങ്ങനെ ഈസി ആയിട്ട് കിടക്കാൻ പറ്റില്ല അകത്തേക്ക്, പെർമിയബിലിറ്റി വളരെ കുറവാണ്. അതുകൂടാതെ ഈ പെൻസിലിനൊരു മെക്കാനിസം, പെൻസിലിനല്ല ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു, ഇഫ്ലക്സ് പമ്പ് എന്ന് പറയുമ്പം സൈറ്റോപ്ലാസത്തിൽ നിന്നും പെരിപ്ലാസത്തിൽ നിന്നുമുള്ള ടോക്സിൻസിനെയൊക്കെ പുറത്തേക്ക് ഫ്ലക്സ് ചെയ്യാൻ, പുറന്തള്ളാനായിട്ട് ഇവർക്കൊരു കഴിവുണ്ട്. സോ ഈ പെൻസിലിൻ ജി ഗ്രാം നെഗറ്റീവ് ബാസിലേക്ക് അത്ര ഇഫക്റ്റീവ് അല്ല. And however, this type of resistance is clinically not a problem as alternative drugs are available. So natural resistance എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല, ബിക്കോസ് the alternative drugs are available ആണ് ഇതിന് against ആയിട്ട്. So what is natural resistance എന്നാണ് പറഞ്ഞത്? Natural resistance is the response of the, that is organisms have never responded to the antimicrobials, and it is due to absence of the particular enzymes or target site affected by the drugs. So particular എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? absence of particular enzymes or target sites affected by the drug. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഗ്രാം നെഗറ്റീവ് ബാസിലെ against പെൻസിലിൻ ജി. then acquired resistance എന്ന് പറയുമ്പോഴത്തേക്കും here the microbes which are previously sensitive to the antimicrobial agent become resistant to the it. So here the microorganisms are already ഈ microorganism previously same antibioticനോട് previously sensitive ആയിരുന്നു, and right now again കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, again ഒരു റെസിസ്റ്റൻസ് കാണിക്കും. that is possessed because of some mutations or transfer of gene. So the bacteria acquire resistance by a change in their DNA. Such DNA's changes may occur by mutation or transfer of genes. So acquired resistance എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നാച്ചുറൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇൻബോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളതാണ്. ഇപ്പം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസിൽ അവരുടെ സെൽ വോൾ എന്നുള്ളത് തിന്നാണ്, ലൈപ്പോപോളിസാക്കറൈഡ് ആണെന്നുള്ളതൊക്കെ അവരുടെ ജനറ്റിക് ഇൻബോൺ ആയിട്ടുള്ളതാണല്ലോ. വേറസ് അക്വേർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൺസ് ഈ ആൻറ്റിമൈക്രോബിയൽസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ദി നെക്സ്റ്റ് ടൈം സെയിം മൈക്രോബിയൽസ് കൊടുക്കുമ്പോൾ ഇഫക്റ്റീവ് ആവണം എന്നില്ല, ബിക്കോസ് പ്രീവിയസ്ലി അവർ സെൻസിറ്റീവ് ആയല്ലോ ഇപ്പം രണ്ടാമത് കൊടുക്കുക എന്ന് പറയുമ്പോൾ. സോ ദിസ് ഈസ് നോൺ ആസ് അക്വേർഡ് റെസിസ്റ്റൻസ്. എന്തുകൊണ്ടാണ്? പ്രീവിയസ്ലി കൊടുക്കുമ്പോൾ ഒരു തവണ ഇത് കൊടുത്തിട്ട് രണ്ടാമത് കൊടുക്കുമ്പോഴത്തേക്കും ഈ റെസിസ്റ്റൻസ് കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? വൺസ് ഈ ആൻറ്റിമൈക്രോബിയൽസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആൻറ്റിബയോട്ടിക്സിനോട്, ആ സെയിം ആൻറ്റിബയോട്ടിക്കിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസൊക്കെ കില്ലാവും. വേറാസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ അവിടെ വീണ്ടും സർവൈവ് ചെയ്യും. ഇനി സെൻസിറ്റീവ് ആയവരൊക്കെ ചത്തുപോയല്ലോ, അപ്പം റെസിസ്റ്റൻ്റ് ആയവർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ റെസിസ്റ്റൻ്റ് ആയവർ തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഡ്രഗിനോട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ
വീണ്ടും ഈ ഡ്രഗ് സെയിം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഓർഗാനിസത്തിൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇഫക്റ്റീവ് ആവത്തില്ല സെയിം ഡ്രഗ്. ദാറ്റ് ഈസ് അക്വേർഡ് റെസിസ്റ്റൻസ്. Then bacteria acquire resistance by a change in their DNA. Then how ഈ resistance എങ്ങനെ വരുന്നു? They make changes in their DNA. Such DNA changes may occur by mutation or transfer of gene. Then what is mutation or what is transfer of gene എന്ന് നോക്കാമല്ലേ. മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മ്യൂട്ടേഷൻ ഈസ് എ ജനറ്റിക് ചേഞ്ച് ആണ്. മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു ജനറ്റിക് ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? മ്യൂട്ടേഷൻ. ആൻഡ് in any population of the bacteria a few resistant mutant may be present. So ഏതൊരു പോപ്പുലേഷൻ ഓഫ് ബാക്ടീരിയ എടുത്താലും മ്യൂട്ടേഷൻ കാരണം അവരുടെ ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം ഒരു 1-2 ബാക്ടീരിയൊക്കെ റെസിസ്റ്റൻ്റ് ആയിരിക്കും, ഒരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്യും. ബാക്കിയെല്ലാം സെൻസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും ഏതെങ്കിലും ഒരു ആൻറ്റിമൈക്രോബിയലിനോട്. When the sensitive organisms are destroyed by the antibiotic, the resistant mutant freely multiply. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുന്നത് ഇവിടെ? സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഒരു ആൻറ്റിമൈക്രോബിയൽ കൊടുത്തിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഇപ്പോൾ അവിടെ ബാലൻസ് ഉള്ളത് റെസിസ്റ്റൻറ്റ് മ്യൂട്ടൻറ്റ് മാത്രമാണ്. അപ്പോൾ റെസിസ്റ്റൻറ്റ് മ്യൂട്ടൻറ്റ് തന്നെ ഇനി ഫ്രീലി മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ, വേറൊന്നും സെൻസിറ്റീവ് മ്യൂട്ടൻറ്റ് ഇല്ലല്ലോ. ഇവർ തന്നെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് റെസിസ്റ്റൻറ്റ് മ്യൂട്ടൻറ്റ് കുറേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദിസ് മ്യൂട്ടേഷൻ മേ ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഇൻ കേസ് ഓഫ് Staphylococcus aureus to rifampicin, or multiple steps where several gene modifications are made. Example, gonococci to penicillin G. Penicillin G ഈ ഗോണോകോക്കിക്ക് എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഗോണോകോക്കി പെൻസിലിൻ ജിക്ക് എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? മൾട്ടിപ്പിൾ സ്റ്റെപ്സ് വെച്ചിട്ടാണ്. അത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ റിഫാമ്പിസിനോട് റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ദാറ്റ് ഈസ് ദി മ്യൂട്ടേഷൻ. ഓക്കെ, മ്യൂട്ടേഷൻ ഇത് സിംഗിൾ സ്റ്റെപ്പ് ഓർ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ആയിരിക്കും, ജനറ്റിക് മ്യൂട്ടേഷൻ. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫർ. ഇപ്പം മ്യൂട്ടേഷൻ്റെ കാര്യമാണ് ഫസ്റ്റ് പറഞ്ഞത്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ദെൻ ഹൗ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് DNA ഈസ് ട്രാൻസ്ഫേർഡ്. The many bacteria contain extra chromosomal genetic material called plasmids. So ഒരു ഒട്ടുമിക്ക എല്ലാ ബാക്ടീരിയയിലും കാണും എന്ത്? എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള പ്ലാസ്മിഡ്സ് എവിടെ? സൈറ്റോപ്ലാസത്തിൽ കാണും. ആൻഡ് ഈ പ്ലാസ്മിഡ്സ് ദേ ക്യാരി ജീൻ എൻകോഡിങ് ഫോർ റെസിസ്റ്റൻസിൻ്റെ എൻകോഡ് ചെയ്ത ജീൻസ് എവിടെ ബാക്ടീരിയയിൽ കാണുന്നത്? പ്ലാസ്മിഡിലാണ്. ആൻഡ് ദീസ് ജീൻസ് ആർ നോൺ ആസ് R factor. So the plasmids are the genes which carry gene encoding for resistance, that is R factor. This R factor transfer to the other bacteria and spread resistance. So ഈ R factor എങ്ങനെയാണ്? ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. ഇതെങ്ങനെയൊക്കെ നടക്കും? ഇപ്പോൾ പറഞ്ഞല്ലോ, പ്ലാസ്മിഡ് ഉണ്ട്. ഇപ്പോൾ ഒരു ബാക്ടീരിയയുടെ കയ്യിൽ പ്ലാസ്മിഡ് ഉണ്ട്. ആ പ്ലാസ്മിഡ് മറ്റൊരു ബാക്ടീരിയയിൽ എത്തിയില്ലല്ലോ നടക്കുകയുള്ളൂ. സോ ഇങ്ങനെയൊക്കെ നടക്കും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ may takes place by transduction, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കോഞ്ചുഗേഷൻ. സോ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വാട്ട് ഈസ് ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കോഞ്ചുഗേഷൻ. ഇവിടെ ട്രാൻസ്ഡക്ഷൻ കാണാൻ പറ്റും. ഒരു ബാക്ടീരിയോ ഫേജ് ആണല്ലേ, ബാക്ടീരിയ ഒരു ബയോകോട്ടൺ ബാക്ടീരിയോ ഫേജ് ഉണ്ട്. ആൻഡ് ഈ ബാക്ടീരിയോ ഫേജ് എന്ത് ചെയ്തു? ഒരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് ഇവരുടെ DNA എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കൊടുത്തു വിടുക, അല്ലെങ്കിൽ പ്ലാസ്മിഡ്സിനെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ദാറ്റ് ഈസ് ത്രൂ ബാക്ടീരിയോ ഫേജ്. അതാണ് ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാസ്മിഡ് DNA ട്രാൻസ്ഫർ ചെയ്യാണ് ത്രൂ ബാക്ടീരിയോ ഫേജ്. അതാണ് വൈറസ് വിച്ച് ഇൻഫെക്റ്റ് ബാക്ടീരിയ. സിമ്പിളായിട്ട് ഓർക്കാം. ട്രാൻസ്ഡക്ഷൻ എന്താ? ഒരു പ്ലാസ്മിഡ് DNA ഈസ് ട്രാൻസ്ഫർ ത്രൂ ബാക്ടീരിയോ ഫേജ്. ബാക്ടീരിയോ ഫേജ് വഴി എന്ത് ചെയ്യുന്നത്? പ്ലാസ്മിഡ് DNA ട്രാൻസ്ഫർ ചെയ്യാണ്. ദാറ്റ് ഈസ് വൈറൽ ഇൻഫെക്റ്റിംഗ് ബാക്ടീരിയ. ദെൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബാക്ടീരിയ ഉണ്ടായി. ഈ ബാക്ടീരിയയിൽ റെസിസ്റ്റൻറ്റ് ജീൻ ഉണ്ട്. ഓക്കെ, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണിത്. ദേ ഹാവ് എ റെസിസ്റ്റൻറ്റ് ജീൻ. ഈ റെസിസ്റ്റൻറ്റ് ജീൻ എന്ത് ചെയ്തു? ദേ വിൽ റിലീസ് ഇൻ ടു മീഡിയം. ആ ഈ മീഡിയത്തിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻറ്റ് ജീനിനെ മറ്റൊരു ബാക്ടീരിയയ്ക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? റെസിസ്റ്റൻ്റ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ. ദെൻ കോഞ്ചുഗേഷൻ എന്ന് പറയുമ്പോൾ എന്താ? കോഞ്ചുഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക. ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് കോൺടാക്ട്. ബ്രിഡ്ജിനെ വിളിക്കുന്നവരാണ് സെക്സ് പൈലസ്. ആൻഡ് ദേ മേക്ക് എ ഡയറക്റ്റ് കോൺടാക്ട് ടു ദി അതർ സെൽ ആൻഡ് ട്രാൻസ്ഫർ ഫ്രം one cell to the other cell through R factor. This R through അല്ല, R factor ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ത്രൂ ദിസ് ബ്രിഡ്ജ്. ഓക്കെ, ഇനി നോക്കാം എന്തൊക്കെയാണ് ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കോഞ്ചുഗേഷൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദി പ്ലാസ്മിഡ് DNA is transferred through the bacteriophage, that is the virus which infect bacteria.
ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താ, റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ഉണ്ടായിരുന്നു മേ റിലീസസ് ദി ജനറ്റിക് മെറ്റീരിയൽ ഇൻ ടു ദി മീഡിയം വിച്ച് ഈസ് ടേക്കൺ അപ്പ് ബൈ ദി അതർ ബാക്ടീരിയ. മീഡിയത്തിലേക്ക് റിലീസ് ചെയ്ത് വിച്ച് ഈസ് ടേക്കൺ അപ്പ് ബൈ ദി അതർ ബാക്ടീരിയ. അതാണ് ട്രാൻസ്ഫോർമേഷൻ. ദെൻ കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ എന്താ, കോൺജുഗേഷൻ ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡ് ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസ് റെസിസ്റ്റൻസ്. ഓക്കെ, കോൺജുഗേഷൻ ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡ് ഓഫ് സ്പ്രെഡ് ഓഫ് റെസിസ്റ്റൻസ്. ദാറ്റ് ഇസ് ദി ആർ ഫാക്ടർ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെൽ ടു സെൽ ബൈ ഡയറക്റ്റ് കോൺടാക്ട്. ഡയറക്റ്റ് കോൺടാക്ട് എങ്ങനെയൊക്കെയാണ്? ത്രൂ സെക്സ് പൈലസ് ഓഫ് ദി ബ്രിഡ്ജ് ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് കോൺജുഗേഷൻ. ഇപ്പം ആദ്യം പറഞ്ഞത് എന്താ, നമ്മൾ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റി മൈക്രോബിയലിൽ ഫസ്റ്റ് പറഞ്ഞത് ബാക്ടീരിയസ് എങ്ങനെയൊക്കെ റെസിസ്റ്റൻ്റ് ആവാം. ഇറ്റ് ക്യാൻ ബി ദ നാച്ചുറൽ റെസിസ്റ്റൻറ്റ് ഓർ അക്വേർഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. നാച്ചുറൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ബാക്ടീരിയയിൽ തന്നെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുക. ലൈക്ക് പെൻസിലിൻ ജീനോട് എങ്ങനെയാണ് സ്റ്റഫൈലോ ദാറ്റ് ഇസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ബാസിലീസ് ഒക്കെ റെസിസ്റ്റൻ്റ്, ബാസിലീസ് ആയാലും കോക്കെ ആണെങ്കിലും ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം എങ്ങനെയാണ് ഈ പെൻസിലിനോട് റെസിസ്റ്റൻ്റ് ആയത്, ദാറ്റ് ഈസ് നാച്ചുറൽ റെസിസ്റ്റൻസ്. അക്വയർഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഡ്യൂ ടു പ്രീവിയസ് എക്സ്പോഷർ ഉള്ളതുകൊണ്ടാണ്, ആൻഡ് പ്രീവിയസ് എക്സ്പോഷർ ഓഫ് ദി സെയിം ഡ്രഗ്, സെയിം ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്. സോ ഇവർക്ക് എങ്ങനെയായിരിക്കും റെസിസ്റ്റൻസ് അക്വയർ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി ത്രൂ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ DNA ചേഞ്ചസ് കാരണമാണ്. DNA ചേഞ്ചസ് ത്രൂ മ്യൂട്ടേഷൻ ഓർ ട്രാൻസ്ഫർ ഓഫ് ദി ജനറ്റിക് മെറ്റീരിയൽ. മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വൺസ് ഈ മൈക്രോബ്സ് ഒക്കെ ദാറ്റ് ഇസ് ആൻറ്റി മൈക്രോബിയൽ ഒരു പേഴ്സൺ ഇൻഡിവിജ്വലിന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയസ് സർവൈവ് ചെയ്യും, സെൻസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയസ് ഒക്കെ കില്ലായിപ്പോവും. വേറെ ഈ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയസ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും ആ ഒരു ഡ്രഗിനോട്. വേറെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ എങ്ങനെയാണ്, ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ബാക്ടീരിയയ്ക്കും ഒരു എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ദാറ്റ് ഈസ് പ്ലാസ്മിഡ്. ആൻഡ് ഈ പ്ലാസ്മിഡ് എന്ത് ചെയ്യും, പ്ലാസ്മിഡിൽ ഒരു ജീൻ ഉണ്ട്, ദാറ്റ് ഈസ് R ജീൻ ദാറ്റ് എൻകോഡ്സ് ഫോർ റെസിസ്റ്റൻസ്. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ദേ വിൽ ട്രാൻസ്ഫർ ടു ദി അതർ ബാക്ടീരിയ ആൻഡ് മേക്ക് റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും, ട്രാൻസ്ഡക്ഷൻ വഴി ചെയ്യാം, ട്രാൻസ്ഫോർമേഷൻ വഴി ചെയ്യാം, ഓർ കോൺജുഗേഷൻ വഴി ചെയ്യാം. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ ബാക്ടീരിയോഫേജ്, ദാറ്റ് ഇസ് ബാക്ടീരിയ അഫക്റ്റിംഗ് ദി വൈറസ്, ദാറ്റ് ഇസ് വൈറസ് ഇൻഫെക്റ്റിംഗ് ദി ബാക്ടീരിയ. അങ്ങനെ ഓർത്താൽ മതി. ബാക്ടീരിയോഫേജ് ത്രൂ ബാക്ടീരിയോഫേജ് ആണെങ്കിൽ ദാറ്റ് ഇസ് ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മീഡിയത്തിലേക്ക് അവർ റിലീസ് ചെയ്യുകയാണ്, ആൻഡ് മീഡിയത്തിൽ നിന്നിട്ടും എന്ത് ചെയ്യുക, അത് മറ്റൊരു ബാക്ടീരിയ ആ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീനിനെ ടേക്കപ്പ് ചെയ്യുക. ദെൻ തേർഡ് വൺ ഇസ് കോൺജുഗേഷൻ. കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോൺടാക്ട്, ഡയറക്റ്റ് സെൽ ടു സെൽ കോൺടാക്ട് ആയിരിക്കും. ദെൻ അബൌട്ട് ഹൗ ദി ബാക്ടീരിയം എക്സിബിറ്റ് ദി റെസിസ്റ്റൻസ്, എങ്ങനെ ബാക്ടീരിയം ഷോ ചെയ്യുന്ന റെസിസ്റ്റൻസ്. ദെൻ പ്രൊഡ്യൂസസ് സർട്ടൻ എൻസൈം ദാറ്റ് ഇനാക്ടിവേറ്റ് ദി ഡ്രഗ്. ഓക്കെ, ഡ്രഗിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന സർട്ടൻ എൻസൈംസ് ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പ്രൊഡ്യൂസസ് ബീറ്റാ ലാക്ടമേസ്. ദേ മേക്ക് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. ഇതുകൂടാതെ ഡിക്രീസ്ഡ് അക്യുമുലേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദി ബാക്ടീരിയ, ബാക്ടീരിയത്തിൽ അക്യുമുലേഷൻ ഓഫ് ഡ്രഗ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിളാണ് ദി റെസിസ്റ്റൻസ് ഓഫ് ടെട്രാസൈക്ലിൻ ബൈ ദി ഗ്രാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബാക്ടീരിയ. ദെൻ ഓൾട്ടേർഡ് ടാർഗറ്റ് ഫോർ ദി ഡ്രഗ് എന്ന് പറയുമ്പോൾ എന്താ, ഓൾട്ടർ ടാർഗറ്റ് ഫോർ ദി ഡ്രഗ് എന്ന് പറയുമ്പോൾ ദി ബൈൻഡിങ് സൈറ്റ് മേ ബി ഓൾട്ടേർഡ്. എക്സാമ്പിൾ ബൈൻഡിങ് സൈറ്റ് ഫോർ അമിനോഗ്ലൈക്കോസിഡേസ് ഓൺ ദി റൈബോസോം മേ ബി ഓൾട്ടേർഡ്. അതുകൂടാതെ ഓൾട്ടേർഡ് ആയിട്ടുള്ള മെറ്റബോളിക് പാത്വേസ് ഉണ്ടാവും ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഫോളിക് ആസിഡ്. ഇതാണ് ഹൗ ദേ എക്സ്പ്രസസ്, ബാക്ടീരിയ എക്സ്പ്രസസ് ദി മ്യൂട്ടേഷൻ. പിന്നെ ക്രോസ് റെസിസ്റ്റൻസ് പറയുമ്പോൾ എന്താണ്, ക്രോസ് റെസിസ്റ്റൻസ് പറയുമ്പോഴത്തേക്കും കെമിക്കലി ഒരു ഡ്രഗിനോട് റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം ഡ്രഗ് പെടുന്ന ആ ഒരു ഗ്രൂപ്പിനോട് റെസിസ്റ്റൻസ് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് റെസിസ്റ്റൻസ്. അതിന് എക്സാമ്പിളായിട്ട് എന്താ പറയുന്നത്, ടെട്രാസൈക്ലിനാണ്. ഇഫ് the certain bacteria is resistant to one tetracycline, it means that it may be resistant to all other tetracycline. Now prevention ആണ്. prevention എന്ന് പറയുമ്പോഴത്തേക്കും there are 4 methods. Either only using the antimicrobials whenever it is necessary ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. Then selective or appropriate antibiotic for appropriate absolutely important ടൈമിൽ മാത്രം യൂസ് ചെയ്യുക. Then other one is correct dose or duration of treatment should be followed. Then the next one is combination of drug കൊടുക്കുക എന്നിട്ട് to delay the development of the resistance. This is about the resistance to antimicrobial. ഇതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. താങ്ക് യു ഫോർ വാച്ചിങ്. ഫസ്റ്റ് ഓഫ് ഓൾ റെസിസ്റ്റൻസ് ടു ആൻറ്റിമൈക്രോബിയൽ ഏജൻസ് എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ആൻറ്റിമൈക്രോബ്സിനോട് മൈക്രോബിയൽ ഡ്രഗിനോട് ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ആണ്. സോ
റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെ എന്തൊക്കെ ടൈപ്പ് റെസിസ്റ്റൻസ് ഉണ്ട് ഒരു ബാക്ടീരിയയ്ക്ക്? നാച്ചുറലായിട്ട് അവർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അക്വേർഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും. നാച്ചുറൽ എന്ന് പറയുമ്പോൾ എന്താ? ദേ വിൽ പ്രൊഡ്യൂസ് സർട്ടൻ എൻസൈംസ്, അല്ലെങ്കിൽ ടാർഗറ്റ് സൈറ്റ്സിന് എന്ത് ചെയ്യും? ടാർഗറ്റ് സൈറ്റ്സ് ചേഞ്ച് ചെയ്യാം. ദസ് ഡ്രഗിൻ്റെ ടാർഗറ്റ് സൈറ്റ്സിനെ ഓൾട്ടർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ദേ പ്രൊഡ്യൂസ് സർട്ടൻ പർട്ടിക്കുലർ എൻസൈംസ്. സോ ഇവരെന്താക്കും? നാച്ചുറൽ റെസിസ്റ്റൻസ് കൊണ്ട് ഈ ഡ്രഗ്സിനെയൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, ഡ്രഗ്സിനോടൊക്കെ. വേറെ അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് പെൻസിലിൻ ജീൻ്റെ റെസിസ്റ്റൻസ് പറയുന്നത്. ഗ്രാം നെഗറ്റീവിനും ഗ്രാം നെഗറ്റീവിന് പെൻസിലിൻ ജി റെസിസ്റ്റൻസ് ഉണ്ട്, വേറെ ഗ്രാം പോസിറ്റീവിനില്ല. ദെൻ അക്വേർഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? വൺസ് ഈ ആൻറ്റി മൈക്രോബിയലിനോട് സെൻസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ദേ മേക്ക് റെസിസ്റ്റൻസ്. ഓക്കെ, വൺ സെൻസിറ്റീവ് ആകുമ്പോൾ എന്തുകൊണ്ട് റെസിസ്റ്റൻസ് വരുന്നത്? വൺസ് ഈ ആൻറ്റിബയോട്ടിക് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ കില്ലായി പോകും. വേറാസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം വീണ്ടും പെർസിസ്റ്റ് ചെയ്യല്ലേ അവിടെ. സോ ദേ വിൽ മൾട്ടിപ്ലൈ. ദസ് എന്ത് പറ്റും? റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ, റിസൾട്ടിങ് ഇൻ റെസിസ്റ്റൻസ് ടു പർട്ടിക്കുലർ ഡ്രഗ്. ആൻഡ് ഇതെങ്ങനെ സംഭവിക്കും? അക്വയർഡ് റെസിസ്റ്റൻസ് എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. ഈ ബാക്ടീരിയൽ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് വരുന്നത്? DNA ചേഞ്ച് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ DNA ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ ത്രൂ മ്യൂട്ടേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ജീൻ. മ്യൂട്ടേഷൻ ആൻഡ് ഈ ഒരു കുറച്ച് ബാക്ടീരിയസ് എങ്കിലും ഇതിനോട് റെസിസ്റ്റൻ്റ് ആയിരുന്നല്ലോ. ഇവർക്ക് ആ കുറച്ച് 1-2 ബാക്ടീരിയസ്, ഇപ്പോൾ 100 ബാക്ടീരിയയിൽ 1-2 ബാക്ടീരിയസ് ആയിരിക്കും ഇതിനോട് റെസിസ്റ്റൻസ് കാണിച്ചത്. അവർക്ക് ഇങ്ങനെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ത്രൂ ചേഞ്ചസ് ഇൻ ദി മ്യൂട്ടേഷൻ. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു മ്യൂട്ടേഷൻ ഓർ ട്രാൻസ്ഫർ ഓഫ് ജീൻ. അങ്ങനെ DNA ചേഞ്ചസ് സംഭവിച്ചു, ഇത് ത്രൂ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ജീൻ. മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ജനറ്റിക് ചേഞ്ച് ആണ്, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ജനറ്റിക് ചേഞ്ച് ആണ് ഇൻ എ പോപ്പുലേഷൻ ഓഫ് ബാക്ടീരിയയിൽ. ആൻഡ് എ ഫ്യൂ റെസിസ്റ്റൻറ്റ് മ്യൂട്ടൻ്റ് ഉണ്ട് ഓൾസോ ദേ മേ ബി പ്രസൻറ്റ്. വെൻ ഈ സെൻസിറ്റീവ് ഓർഗാനിസം ഡിസ്ട്രോയ് ആയി കഴിയുമ്പോഴത്തേക്കും ആൻറ്റിബയോട്ടിക്സ് എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഫ്രീലി മൾട്ടിപ്ലൈ, റെസിസ്റ്റൻറ്റ് മ്യൂട്ടൻസ് എന്ത് ഫ്രീലി മൾട്ടിപ്ലൈ, അതാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആക്കാം. ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടല്ലോ, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയസ് എന്ത് ചെയ്യും? അവരുടെ എന്താണ് റെസിസ്റ്റൻസ് ഉള്ള ഫാക്ടേഴ്സിനെ എങ്ങനെയും മറ്റൊരു ബാക്ടീരിയയിലേക്ക് എത്തിക്കണം. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ദി ബാക്ടീരിയ കൺസിസ്റ്റ് ഓഫ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ സെല്ലുലാർ ജനറ്റിക് മെറ്റീരിയലാണ്. ഈ പ്ലാസ്മിഡ്സിനെ ഇവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് റെസിസ്റ്റൻസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവരെങ്ങനെയൊക്കെ ആയിരിക്കും വൺ ബാക്ടീരിയ ടു അതർ ബാക്ടീരിയയ്ക്ക് സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് റെസിസ്റ്റൻസിനെ എങ്ങനെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതാണ് ത്രൂ ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, കോഞ്ചുഗേഷൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ ബാക്ടീരിയോഫേജ് യൂസ് ചെയ്തിട്ട് ഒരു വൈറസ് ഇൻഫെക്റ്റിംഗ് ബാക്ടീരിയ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഫ്രം വൺ ബാക്ടീരിയ ദേ വിൽ റീച്ച് ഇൻ ടു മീഡിയം ആൻഡ് ആ ജീനിനെ ടേക്കൺ അപ്പ് ബൈ അതർ ബാക്ടീരിയ. ദെൻ കോഞ്ചുഗേഷൻ എന്ന് പറയുമ്പോൾ എന്താ? കോഞ്ചുഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫാക്ടർ ഉണ്ടാവും. റെസിസ്റ്റൻസ് ബാക്ടീരിയത്തിന് ഒരു ഫാക്ടർ ഉണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ മേക്ക് എ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദി അതർ ബാക്ടീരിയ ത്രൂ സെക്സ് പൈലി ആൻഡ് ഓർ ബ്രിഡ്ജ് ആൻഡ് ഇറ്റ് വിൽ ട്രാൻസ്ഫർ ദി ഫാക്ടർ. അങ്ങനെ മറ്റേ ഒരു ബാക്ടീരിയ ഉണ്ടല്ലോ റെസിസ്റ്റൻ്റ് അല്ലാത്ത ബാക്ടീരിയ വിൽ മേക്ക് റെസിസ്റ്റൻസ്. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ദിസ് ഇസ് ട്രാൻസ്ഡക്ഷൻ ത്രൂ യൂസിങ് ബാക്ടീരിയോഫേജ്. This is transformation, that is releasing into the medium and taken up by the other bacteria. And this is the conjugation through making sex pili or bridge between the two bacteria. One is resistant, other is sensitive, and transferring the R factor from one bacteria to the resistant bacteria to the other bacteria through sex pilus or bridge വഴി എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് കോഞ്ചുഗേഷൻ. ഇനിയും ഈ ബാക്ടീരിയസൊക്കെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് അവർ റെസിസ്റ്റൻസ് അക്വയർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി ഈ ബാക്ടീരിയസൊക്കെ എങ്ങനെയാണ് അവർ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യാൻ പോകുന്നത് ആ റെസിസ്റ്റൻസ് ഒക്കെ? either they produces the enzyme that inactivate the drugs. ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈം അവർ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് മെനി ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം വിൽ പ്രൊഡ്യൂസസ് പെൻസിലിനേസ് അഗെയിൻസ്റ്റ് പെൻസിലിൻ. അതൊരു എക്സാമ്പിളാണ്. ദാറ്റ് ഇസ് ഹിയർ ഇറ്റ് ഇസ് ടോൾഡ് ലൈക്ക് എക്സാമ്പിൾ ബീറ്റാ ലാക്ടമീസ്. പെൻസിലിൻ എന്ന് പറയുന്നത് ബീറ്റാ ലാക്ടം ആണല്ലോ. സോ ബീറ്റാ ലാക്ടമീസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റഫൈലോകോക്കൈ. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് വൺ ഇസ് aminoglycosides inactivating enzyme by the E. coli. E. coli will release aminoglycoside inactivating enzyme, thus inactivating the aminoglycosides. Aminoglycosides are effective against E. coli.
നെക്സ്റ്റ് ഈസ് ഡിക്രീസ്ഡ് അക്യുമുലേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദി ബാക്ടീരിയം. ബാക്ടീരിയത്തിൽ അക്യുമുലേഷൻ ഓഫ് ഡ്രഗ് കുറയൽ. സോ ഇറ്റ് ഈസ് അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് tetracycline ആണ്. tetracycline by the gram positive and the gram negative bacteria. Tetracycline has resistance by the both the gram negative and gram positive bacteria. Then altered target for the drugs. ഡ്രഗ്സിൻ്റെ ടാർഗറ്റ് ഓൾട്ടർ ആയിട്ടുണ്ടെങ്കിൽ ദറ്റ് ഇസ് ബൈൻഡിങ് സൈറ്റ് മേ ബി ഓൾട്ടേർഡ്. എക്സാമ്പിൾ ദ ബൈൻഡിങ് സൈറ്റ് ഫോർ അമിനോഗ്ലൈക്കോസൈഡ്സ് ഓൺ ദ റൈബോസോംസ് മേ ബി ഓൾട്ടേർഡ് ആയിട്ടുള്ള ടാർഗറ്റ് സൈറ്റ് ഒരു ഡ്രഗിൻ്റെ സൈറ്റ് ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് സംഭവിക്കാം? ബൈൻഡിങ് സൈറ്റ് ഓൾട്ടർ ചെയ്യുന്ന പറയുമ്പോൾ അമിനോഗ്ലൈക്കോസൈഡ്സ് ഉണ്ട് റിഫാംബിസിൻ റൈബോസോംസ് അമിനോഗ്ലൈക്കോസൈഡ്സ് ഉണ്ട് റൈബോസോംസ് മേ ബി ഓൾട്ടേർഡ്. അതിൻ്റെ സൈറ്റ് ഓൾട്ടർ ആകുന്നുണ്ടെങ്കിൽ ഓൾട്ടേർഡ് മെറ്റബോളിക് പാത്വേ. ഓൾട്ടേർഡ് മെറ്റബോളിക് പാത്വേ എന്ന് പറയുമ്പോൾ എന്താ? ബാക്ടീരിയ may produces the folic acid by an alternative pathway. നോർമലായിട്ട് ബാക്ടീരിയ ഫോളിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയല്ല, ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേയിൽ ബാക്ടീരിയ മേ പ്രൊഡ്യൂസസ് ദി ഫോളിക് ആസിഡ്. ആൻഡ് വൺസ് ദ പ്രൊഡ്യൂസ് ഫോളിക് ആസിഡ് എന്ത് ചെയ്യും? അവരുടെ സെല്ലുകൾക്ക് ഇനിയും ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഓൾട്ടേർഡ് മെറ്റബോളിക് പാത്വേ വഴി. ആൻഡ് ഇങ്ങനെയൊക്കെയാണ് റെസിസ്റ്റൻസ് കാണിക്കുന്നത് ബാക്ടീരിയാസ് അഗെയിൻസ്റ്റ് ദി ആൻറ്റിമൈക്രോബിയൽസ്. ദെൻ ഇഫ്ലെക്സ് പമ്പ് മെക്കാനിസം. ഇഫ്ലെക്സ് പമ്പ് മെക്കാനിസം ആരുടെ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏത് ബാക്ടീരിയത്തിൻ്റെ ആയിരുന്നു? പെൻസിലിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. പെൻസിലിൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയോട് എങ്ങനെയൊക്കെയാണ് റെസിസ്റ്റൻ്റ് ആയിരിക്കുന്നതെന്ന്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എങ്ങനെയൊക്കെയാണ് പെൻസിലിനോട്ടുള്ള റെസിസ്റ്റൻസ് കാണിക്കുന്നതെന്ന് ത്രൂ ഇഫ്ലെക്സ് പമ്പ് മെക്കാനിസമാണ്. ഇഫ്ലെക്സ് പമ്പ് മെക്കാനിസം ഉണ്ട്, അതുകൂടാതെ അതിൻ്റെ സെൽ വോളിൻ്റെ പ്രത്യേകതകളും ഉണ്ട്. ഇഫ്ലെക്സ് പമ്പ് മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താ? വൺസ് സം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളിൽ ആ ബാക്ടീരിയ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് സം പ്രോപ്പർട്ടി ടു ഇഫ്ലെക്സ് ഔട്ട് ദി ടോക്സിൻസ്. സോ സൈറ്റോപ്ലാസത്തിൽ നിന്നും പെരിപ്ലാസത്തിൽ നിന്നും ടോക്സിൻസിനെ ഇഫ്ലെക്സ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേകത ഈ ബാക്ടീരിയാസിലൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾട്ടേർഡ് മെറ്റബോളിക് പാത്വേ. ഓൾട്ടേർഡ് മെറ്റബോളിക് പാത്വേ, ദി ബാക്ടീരിയ മേ പ്രൊഡ്യൂസസ് ഫോളിക് ആസിഡ് ബൈ ആൻ ഓൾട്ടർനേറ്റീവ് പാത്വേ ആൻഡ് ആൻ ഇഫ്ലെക്സ് പമ്പ് മെക്കാനിസം. സോ ഇങ്ങനെയൊക്കെയാണ് ഇവർ എക്സിബിറ്റ് ചെയ്യുന്നത്. എന്ത് റെസിസ്റ്റൻസിനെ എങ്ങനെ ഇവർ പുറത്ത് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് എൻസൈം ദാറ്റ് ഇനാക്ടിവേറ്റ് ഡ്രഗിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈമിനെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഡ്രഗിൻ്റെ അക്യുമുലേഷൻ, ആ ബാക്ടീരിയത്തിലുള്ള ഡ്രഗിൻ്റെ അക്യുമുലേഷൻ കുറയ്ക്കും. അല്ലെങ്കിൽ ടാർഗറ്റ് ഓഫ് ദ ഡ്രഗ് ഓൾട്ടർ ചെയ്യും. ദെൻ മെറ്റബോളിക് പാത്വേസ്, ഡിഫറെൻറ്റ് മെറ്റബോളിക് പാത്വേസ് ഒക്കെ ഇവർ ഫോളിക് ആസിഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കും. ഓർ ആൻഡ് ഇഫ്ലെക്സ് പമ്പ് മെക്കാനിസം വഴി. ക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? ക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ ഡ്രഗിനോട് ഇവർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഡ്രഗ് അടങ്ങിയിരിക്കുന്ന ആ ഗ്രൂപ്പിനോടൊക്കെ ഈ സെയിം ബാക്ടീരിയ റെസിസ്റ്റൻസ് കാണിക്കാം. ദാറ്റ് ഈസ് ക്രോസ് റെസിസ്റ്റൻസ്. ക്രോസ് റെസിസ്റ്റൻസ് ഇസ് റെസിസ്റ്റൻസ് സീൻ എമംഗ് എ കെമിക്കലി റിലേറ്റഡ് ഡ്രഗ്. സോ റെസിസ്റ്റൻസ് എവിടെ കാണുന്നത്? സീൻ എമംഗ് chemically related drugs. When a microorganism develops resistance to one drug, it is also resistant to the other drugs of the same group, even when not exposed to them. So, ഈ ബാക്ടീരിയസ്, നോർമൽ ബാക്ടീരിയസ് ഒക്കെ വൺസ് ദേ മേക്ക് റെസിസ്റ്റൻസ് ടു സർട്ടൻ ഡ്രഗ്സ് ഓഫ് സം സെയിം ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിലെ ഒരു ഡ്രഗിനോട് ഇവർ റെസിസ്റ്റൻസ് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദേ ആർ ഓൾസോ റെസിസ്റ്റൻറ്റ് ടു അതർ ഡ്രഗ്സ് ഓഫ് ദി സെയിം ഗ്രൂപ്പ്. ഓക്കെ, എക്സാമ്പിൾ ആണ് റെസിസ്റ്റൻസ് ടു വൺ ടെട്രാസൈക്ലിൻ മീൻസ് റെസിസ്റ്റൻസ് ടു ഓൾ അതർ ടെട്രാസൈക്ലിൻസ്. സോ ഒരു ടെട്രാസൈക്ലിൻ ഡ്രഗിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ടെട്രാസൈക്ലിൻസ് എല്ലാ സെയിം ഗ്രൂപ്പിലുള്ള പല ഡ്രഗ്സിനോടും ഇവരെന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കാണിക്കും. പ്രിവെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് ടു ആൻറ്റിമൈക്രോബിയൽസ്. Then prevention of resistance to antimicrobials എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഡെവലപ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ടു ദി ഡ്രഗ് ക്യാൻ ബി അവോയ്ഡഡ് ടു സം എക്സ്റ്റെൻറ്റ് ബൈ ദി ഫോളോയിങ് മെഷേഴ്സ്. എങ്ങനെയൊക്കെയാണ്? ദാറ്റ് ഈസ് ദി ആൻറ്റിബയോട്ടിക് ഷുഡ് ബി യൂസ്ഡ് ഓൺലി വെൻ നെസസറി ആകുമ്പോൾ മാത്രമേ ആൻറ്റിബയോട്ടിക് ഷുഡ് ബി യൂസ്ഡ്, ഓൺലി യൂസ്ഡ്. Then next is selection of appropriate antibiotics is absolutely important. So important ആയിട്ടുള്ള എന്താണ്? സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡിനെ സെലക്ട് ചെയ്യുക is another important thing. Next is correct dose and duration of treatment should be followed. And the last one is combination of the drug should be used as in tuberculosis to delay the development of resistance. Development of resistance, that is പല ഡ്രഗിനോടും പല ബാക്ടീരിയാസും റെസിസ്റ്റൻ്റ് ആയിരിക്കും. സോ ഒരു കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് കൊടുക്കുമ്പം ഇറ്റ് ഡിലേസ് റെസിസ്റ്റൻസ് that develop against particular drug. Example in case of tuberculosis.
ദിസ് ഈസ് അബൌട്ട് ദി റെസിസ്റ്റൻസ്, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ടു ദി ഡ്രഗ്സ്. നൗ ഇൻ ഷോർട്ടായിട്ട് പറയാം എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ.